ഇത് കണ്ടോ, കാശ്മീരി മുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ ഉണക്കാനിടുമ്പോൾ വിത്ത് വീണുണ്ടായതാണ്. ഇനി ഇത് ഉണങ്ങിയിട്ട് നമുക്ക് നോക്കാം അല്ലേ. ഭക്ഷണത്തിന് ചുവപ്പ് നിറം നൽകാൻ മാത്രമല്ല കേട്ടോ കാശ്മീരി മുളക് ഉപയോഗിക്കുന്നത്. അതെ, ഇത്രയും വലിപ്പമുള്ള കാശ്മീരി മുളക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനും ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇത് ഇത്തവണ വാങ്ങി പൊടിക്കാൻ വേണ്ടി കഴുകിയപ്പോൾ എത്ര വലുപ്പമാണിത്, ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലുപ്പമുള്ള. എന്താ തടിയാണെങ്കിലോ ഇവരെന്താ കഴിക്കണേ. ഇതിന് കുറച്ച് ആരോഗ്യ ഗുണങ്ങൾ കൂടിയുണ്ട്. കാശ്മീരി മുളക് ഭക്ഷണത്തിന് ആകർഷകമായ ചുവപ്പ് നിറം നൽകുന്നു. രുചി മറ്റു മുളകുകളേക്കാൾ എരിവ് കുറവുള്ളതും ഇടത്തരം ചൂടുള്ളതും കൊഴുപ്പ് കൂടുതലുള്ളതുമാണ്. ഇത് ഭക്ഷണത്തിന് കൂടുതൽ രുചിയും കളറും നൽകുന്നു. ഇതിവിടെ വിത്ത് വീണ് തന്നെ ഉണ്ടായതാണ്. ഇവിടെ ഉണക്കാനിടുമ്പോൾ വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും നല്ല ഒരു ഉറവിടമാണ്. ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. മുളകിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ കാപ്സിനിൻ എന്ന പദാർത്ഥത്തിന് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ എതിർക്കാനുള്ള ശേഷിയുണ്ട്. ഇത് നാം ഫുഡ് കളറൻസിന് ഉപയോഗിക്കുന്നു. ഇത് ചുളുങ്ങി വരുന്നുണ്ട് കണ്ട, കാശ്മീരി മുളക് ചുളിഞ്ഞിട്ടാണല്ലോ. ഇത് കാശ്മീരി മുളക് ഉണക്കുമ്പോൾ അതിൻ്റെ വിത്ത് വീണിട്ടുണ്ടാകുന്നതാണ്. ഈ വലുപ്പമൊക്കെ പിന്നെ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതന്നെ അത്യാവശ്യമുണ്ട് അല്ല, പക്ഷെ ഇവർക്കൊക്കെ ഒരു ഒതുക്കുണ്ട്. മറ്റു മുളകുകളേക്കാൾ എരിവ് കുറവുള്ളത് കൊണ്ട് ആമാശയത്തിന് കുഴപ്പമില്ലാതാനും. സമീകൃതമായി ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ അകം ഉണങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇത് 4 കിലോ മുളക് വാങ്ങിച്ചതാണ്. കഴുകി ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നല്ലപോലെ കറുമുറ ഉണങ്ങിയതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് അതാണ് നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കുക. അതാണ് നല്ലത്. നമ്മൾ പുറത്തുനിന്നും വാങ്ങിക്കുന്നതിൽ മായമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞെട്ടും കുരുവും കളഞ്ഞും പൊടിക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. പുറത്തുനിന്നും വാങ്ങുന്ന മുളക് വാങ്ങി കഴുകി വേണം ഉണക്കി ഉപയോഗിക്കാൻ. അമിതമായി എന്തും ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്.